വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തി തിരികെ വന്ന സേനാംഗങ്ങൾക്ക് ആദരവൊരുക്കി കോഴിക്കോട് ആദാമിന്റെ ചായക്കട വെസ്റ്റ് ഹിൽ സൈനിക കേന്ദ്രത്തിൽ നിന്ന് പോയ സംഘത്തിനാണ് കോഴിക്കോടിന്റെ സ്നേഹവിരുന്ന് ഒരുക്കിയത്. കഴിഞ്ഞ 12 ദിവസക്കാലം വയനാട്ടിൽ ദുരന്തം വിതച്ച ദുർഘടമായ ഭൂമിയിൽ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യം അവർക്ക് സ്നേഹവിരുന്ന് നൽകി ആദരവ് നൽകുകയാണ് കോഴിക്കോട്. അവിടെ കുട്ടികൾ, ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർ, അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ പിന്നെ ഞങ്ങൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് റോപ്പോട്ട് വളരെ ചളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പോയി അവരെ ഞങ്ങൾ താഴെ എത്തിച്ചു. അന്നും ഒരു 10-15 ബോഡി താഴെ ഓപ്പണായിട്ട് തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. ആ പള്ളീൻ്റെ മുണ്ടക്കൈ പള്ളീൻ്റെ അടുത്ത് അതെല്ലാം ഞങ്ങൾ താഴെ കൊണ്ടുവന്ന ശേഷം പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറി. അപ്പോഴേക്കും പിന്നെ ബാക്കി ടീമുകളിലെത്തി 91 ബ്രിഗേഡ് അങ്ങനെയുള്ള കുറേ ടീമുകൾ അവിടേക്ക് വന്നതുകൊണ്ട് പിന്നെ കുറച്ച് റെസ്ക്യൂ ഞങ്ങൾ 12 ദിവസം ഉണ്ടായിരുന്നു. സൂപ്പർ ഹീറോകൾക്കുള്ള ആദരമെന്ന് ആദാമിന്റെ ചായക്കട ഹോട്ടൽ ഉടമ അനീസാദം. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലത്തല്ലായിരുന്നു അന്നത്തെ ഒരു ഇത് വന്നത്. അപ്പം ഇവർ ഇത്രയും സൂപ്പർ ഹീറോസ് ആയിട്ട് അവിടെ വരുമ്പോൾ അവർ ആ പാലുണ്ടാക്കിയൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് വിളിച്ചിട്ട് ഇപ്പം നമുക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല. അപ്പം നമുക്കാകെ കോഴിക്കോടിന് ഒരു ആതിഥേയത്വ മര്യാദ ഉണ്ട്. നമുക്ക് നല്ലൊരു ഭക്ഷണം, അതായത് കോഴിക്കോട്ടുകാരെ ഏറ്റവും പ്രിയമുള്ള കല്യാണ ബിരിയാണി ആണല്ലോ നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്നത്. കോഴിക്കോടിന്റെ സ്നേഹത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സൈനികരുടെ കുടുംബം. It's nice when civilians, recognize the efforts of the army personnel. When the army person does their job, it was their job to go and save civilians. We are not looking for recognition, but it's really nice when it comes from them. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.